300 രൂപ മുടക്കിയാൽ എത്ര സിനിമകൾ ആസ്വദിക്കാനാവും നമുക്ക്? ഏറിപ്പോയ 3. സാധാരണഗതിയിൽ അതിനപ്പുറം സാധ്യമല്ല. എന്നാൽ പത്തനംതിട്ടയിൽ ഒരു 300 വീശിയാൽ 3 ദിവസം ഇഷ്ടം പോലെ സിനിമകൾ കാണാം. ബഹുമാനപ്പെട്ട സാർ, ഇക്കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ നാടകത്തിന് ശേഷം ഫോർട്ട് കൊച്ചിയിലെ കോട്ടേജിൽ അരങ്ങിലെ നേതാക്കൾ എല്ലാവരും കൂടിയിരുന്നല്ലോ. എന്താ പെണ്ണു ചിരിക്കാത്ത ഏതാ പെണ്ണു ചിരിക്കാത്ത സിനിമാ കാഴ്ചകളുടെ വസന്തകാലത്തിന് കാത്തിരിക്കുകയാണ് മലയോര ജില്ല. നവംബർ 8 മുതൽ 10 വരെ 3 നാൾ കൊണ്ട് 40ഓളം പ്രദർശനങ്ങളാണ് ജില്ലാ കേന്ദ്രത്തിൽ ഒരുക്കുന്നത്. മലയാളം, ഇന്ത്യൻ സിനിമ, ലോക സിനിമാ വിഭാഗങ്ങളിലായി 28 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. നഗരസഭയാണ് സംഘാടനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുന്ന ആദ്യ ചലച്ചിത്രോത്സവം എന്ന പ്രത്യേകതയും ഇതിന് അവകാശപ്പെടാം. മൊത്തമായിട്ട് എല്ലാത്തെയും ചേർത്തി ചേട്ടാ മണ്ടേനെ തവറ എല്ലാത്തെയും തച്ച് ആൾ വണ്ടി എടുത്ത് പോയി കാണിച്ചു. സെലക്ഷനായി പ്രത്യേകമായിട്ടൊരു കമ്മിറ്റി എടുത്തിരുന്നു. ചലച്ചിത്ര അക്കാദമിയുമായിട്ട് ചേർന്നാണ് ഫൈനൽ സെലക്ഷൻ നടത്തിയിരിക്കുന്നത്. വേൾഡ് അക്ലൈംഡ് ആയിട്ടുള്ള സിനിമകൾ, ഇന്ത്യയിലെ തന്നെ വിവിധ ഭാഷകളിലുള്ള സിനിമകൾ, മലയാള സിനിമകൾ, ഈ എല്ലാ പ്രദർശനങ്ങൾ കൂടി കാണുന്നതിന് ഒരു തുടക്കം എന്നുള്ള നിലയിൽ, ഫസ്റ്റ് എഡീഷൻ എന്നുള്ള നിലയിൽ 300 രൂപ മാത്രമാണ് നമ്മൾ രജിസ്ട്രേഷനായിട്ട് നടത്തിയിരിക്കുന്നത്. ലോക സിനിമാ വിഭാഗത്തിൽ 10 ചലച്ചിത്രങ്ങളുണ്ട്. ഇന്ത്യൻ സിനിമാ വിഭാഗത്തിൽ 5ഉം മലയാളത്തെ പ്രതിനിധീകരിച്ച് 13 ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. ടൗൺ ഹാളിന് പുറമെ നഗരത്തിലെ തിയേറ്ററുകളും വേദികളാണ്. ദിവസവും രാവിലെ 9 മുതൽ വൈകുന്നേരം 7 വരെയാണ് പ്രദർശനം. ടൗൺ ഹാളിൽ പ്രവർത്തിക്കുന്ന ഫെസ്റ്റിവൽ ഓഫീസ് മുഖേനയും ഓൺലൈനായും രജിസ്റ്റർ ചെയ്യാം. 8-ന് സംവിധായകൻ ഷാജിയൻ കരുൺ മേള ഉദ്ഘാടനം ചെയ്യും. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. മികച്ച സിനിമകൾ കാണാൻ എങ്ങനെ ജില്ലയിൽ ഒരു അവസരം ഉണ്ടാവുക? അത് അതിഗംഭീരമാണ്. കാരണം അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലുകളൊക്കെ ഗോവയിലോ അല്ലെങ്കിൽ തലസ്ഥാന നഗരത്തിലോ മാത്രം നടക്കുമ്പോൾ ജില്ലയിൽ ഇത്തരത്തിലൊരു സംരംഭം നടത്താൻ കഴിയുക എന്നതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. അഭിനന്ദനങ്ങളും